സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ശഫീഉനാ റസൂലുള്ളാഹി. കേട്ടോ, ചാരത്തിന്റെ സമീപത്ത് വന്ന് ഈസാ നബി വിളിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കിയോ? നേരത്തെ ഇയാൾ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായി, അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വിഷയം കൃത്യമാണ്. ആ നേരത്തെ യഅ്ഖൂബ് നബിയത് നമ്മൾ കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അത് ജീവിതകാലത്താണ്. എന്നാ കേട്ടോ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി ഇതാ റൗദ ശരീഫിന്റെ സമീപത്ത് വന്നിട്ട് മരിച്ചുപോയ നബിയെ വിളിക്കുന്നു. ആ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പറയൂ, ഈസാ നബി നരകത്തിലാണോ? ഈസാ നബി ചെയ്തത് ശിർക്കാണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഏതായാലും ഈ ഒരു ചോദ്യത്തെ നേരിടാൻ ഞങ്ങൾ ഇതുവരെ ഇത് നേരത്തെ പറയുന്നതൊക്കെ കൂട്ടി വായിക്കണം. ഇമാം ഷാഫിഈ, ഇമാം ഹംബലി, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം അബൂ ഹനീഫ തങ്ങൾ, മുഹമ്മദ് ബിനുൽ മുൻകദിർ, ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവി റഹ്മത്ത്, ഇവരൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ ഷോർട്ടതാണ്. അവസാനം വന്നിട്ട് ഈസാ നബി അങ്ങോട്ട് തന്നെ പോകുന്നു റൗദയിലേക്ക്. അവിടെ പോയി വിളിക്കുന്നു. എന്തു പറയാനുണ്ട് നിങ്ങൾക്ക്? അംഗീകരിക്കുകയല്ലാതെ ഇനി മറ്റു മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ല. അസ്സലാമലൈക്കും. എനിക്ക് ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാനുള്ള, ഈ ഡിസ്ക് കുന്നത്തേരി സംവാദത്തിൽ ഉസ്താദ് തന്നെ ഹനീഫ് കായ്ക്കൊടി അതുപോലെ തന്നെ മറ്റുള്ള അവർക്കായിട്ട് സംവാദം നടന്ന സമയത്ത് അത് തെറ്റിപ്പിരിഞ്ഞു പോയായിരുന്നു. ആ ഡിസ്ക് ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഈ പറയപ്പെട്ട ഹദീസുകൾ ലൈഫ് ആണെന്നുള്ള ആ ഡിസ്കിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞാൽ നിങ്ങളെ, അതായത് എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം. ഈ വീഡിയോ ക്ലിപ്പ് ഇട്ടില്ല, ഇവിടെ തന്നെ നമ്മൾ ആ ഡിസ്ക് ഇടുന്നതായിരിക്കും. അതിൽ തന്നെ ഈ പറയപ്പെട്ട ഈ ഹദീസ്, ഇപ്പൊ ഈസാ നബി വന്ന് പന്തീനെ കൊല്ലും, മറ്റേ കുരിശോട് തച്ചെടുക്കുമ്പോ ഈ സംഭവം, അതിന്റെ സനത് സഹിതം ലാസ്റ്റ് എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്. പുസ്തകം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ വീട്ടിൽ പോയി ഒരു 5 മിനിറ്റ് എന്താണെന്നറിയോ? ചൂടാലി പ്രശ്നമില്ല, അവിടെ പോയാൽ മതി. ഇങ്ങോട്ടോ, ഏയ് ഞാൻ ചോദിക്കുന്നു, ആ ഡിസ്ക് കേട്ട ആളാണല്ലോ നിങ്ങള്. ഞാൻ വെല്ലുവിളിക്കുന്നു ആ ഹദീസ് ലഈഫാണെന്ന് തെളിയിക്കാൻ AP അബ്ദുൽ ഖാദിർ മൗലവി അടക്കമുള്ള എല്ലാവരെയും നമ്മൾ വെല്ലുവിളിക്കുകയാണ്. സാധ്യമല്ല. എന്തുകൊണ്ടെന്നറിയോ? അത് ലഈഫാണോ? ആര് പറഞ്ഞു നിങ്ങളോട്? ഇതേതാണ് ഗ്രന്ഥം? അസ്സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, ആലുവ സംവാദത്തിൽ നിങ്ങളെ കഴുത്തിന് പിടിച്ച കിതാബ് തന്നെ. ഇതിലെന്താ പറഞ്ഞത് എന്നറിയോ? കേട്ടോ, ഇതിനെക്കുറിച്ച് പറഞ്ഞു വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണോ, എന്താ പറഞ്ഞത്? ഈ ഹദീസ്, ഇതിന്റെ പരമ്പര ഏറ്റവും നല്ലതാണ്, പോരാ, കുല്ലുഹും സിഖാത്ത്. എന്താ അങ്ങക്ക് പറയാനുള്ളത്? റിജാലുഹു, ഈ ഹദീസിന്റെ മുഴുവൻ ആളുകളും സിഖാത്ത്, എല്ലാവരും വിശ്വസ്തനാണ്. പോരാ, റിജാലു ശൈഖൈനി, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും അതേ റാവികളിൽപ്പെട്ട ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ, തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ഈ ഹദീസിന്റെ പരമ്പര ഞാൻ വായിച്ചു തരാ. ആരാണ് മൗലവി ഇതിൽ ലഈഫ്? കേട്ടോ, ഒന്നാമത്തെ ആളാരാണ്? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഈസ. രണ്ടാമത്തെ ആളാരാണ്? ഇബ്നു വഹബ്. മൂന്നാമത്തെ ആള് അബൂ സുഹർ. നാലാമത്തെ ആള് സഈദുൽ മഖ്ബുരി. ഈ 4 ആളുകളും ഏറ്റവും പ്രശസ്തരായ ആളുകളാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ആളുകളാണ്. ഇവർ ലഈഫാണെന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. സാധ്യമാണോ നിങ്ങൾക്ക്? അത് നിങ്ങളൊന്ന് പറയണം, എന്നിട്ട് മതി ബാക്കി കാര്യം. അതെ, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട. ഞാൻ എന്താ പറഞ്ഞത്? അത് ലൈഫാണെന്നുള്ള എന്റെ അവസാന ഡിസ്കിന്റെ അവസാനത്തിൽ ലൈഫാണ്. അയാള് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അയാൾ പറഞ്ഞ അവസാനം പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ തെക്കിലീത് ചെയ്യണം, അതാണ് കുഴപ്പം. വേണ്ടെന്ന് നമ്മൾക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ തന്നെ തരാം. അതായത് അതിലെ 2 ന്യൂനതകൾ മുതലേ വിഷയങ്ങളാണ്. ഞാൻ ഡിസ്ക് എടുത്തോണ്ടാണ്. ഡിസ്ക് ഞാൻ തന്നെ കളിപ്പിച്ചു തരാലോ. നിങ്ങൾ ഇടങ്ങാറാണ്ട് ഇരിക്കും. 360 മോനെ എടുത്തോ. എടുത്തോണ്ട് വേഗം കൊണ്ടുവാ.
ഞങ്ങൾ കാണിച്ചു നിങ്ങൾ ആ പൂതി എടുത്തുകൊണ്ടുവാ. ഇത് വെല്ലുവിളിയാണ്. അയാൾ കൊണ്ടുവരാം. അയാൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞമ്മ കാണിച്ചുതരാം. ഇവരെ അൽബാൻ അതിന്റെ ഇടയ്ക്ക് ഇവര് സനത് നോക്കുന്ന ആളുകളൊന്ന് കൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്ക് നമ്മൾ അമീദ് മൗലവി എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇതിപ്പോ ഞാൻ പ്രത്യേകം പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഇപ്പൊ കുറെ ആളുകള് ഞങ്ങൾ സുന്നിയിൽ നിന്ന് മുജാഹിദായി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ടീമുണ്ട്. എന്താ ഓരോ അവസ്ഥ എന്നറിയോ? ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഒരു മൗലവിയാണ് നിങ്ങൾ കാണുന്നത്. ഇയാള് കൊണ്ടോട്ടിക്കാരൻ ഹമീദ് മൗലവി. ഇയാള് റബീഉൽ അവൽ മാസത്തിൽ വന്നിട്ട് പറഞ്ഞു മങ്കൂസ് മൗലിദ് തെറ്റാണ്. മങ്കൂസ് മൗലിദ് തെറ്റാന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്താ പറഞ്ഞെന്നറിയോ? മങ്കൂസ് മൗലിദിലുണ്ട് ഒരു വരി വസ്തഗാത ബിഹി നൂഹുൻ എന്ന്. എന്താ അതിന്റെ അർത്ഥം? നൂഹ് നബി അലൈഹി സ്വലാം നബി തങ്ങളോട് സഹായം തേടി. ഇയാൾ പറഞ്ഞു തെറ്റാണ്. ഇവരെ വിവരമാണ് ഞാൻ പറയുന്നത്. സനത് പരിശോധിക്കാൻ പോയ ആളെ വിവരമാണല്ലോ നമ്മളൊന്ന് അറിയാം. ഓലെ വലിയ നേതാവ് ജംഇയ്യത്തിന്റെ ആളാ ഇയാള്. ഇയാളെ കഥ എന്താണ് ശരിക്ക് കേട്ടോ. പക്ഷെ ഇയാൾ മങ്കൂസ് മൗലിദിനെ കുറ്റം പറഞ്ഞപ്പോ ഇയാൾക്ക് ആകെ പേച്ചുപോയി. ഇയാൾ തുടങ്ങുന്നതിന് എങ്ങനെയെന്നറിയോ? ലൂത്ത് നബിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ലൂത്ത് നബിന്റെ കാലത്താ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആരെ കാലത്താ? നൂഹ് നബി അലൈഹി സ്വലാം. അതും കൂടി ഇയാൾക്കറിയില്ല. അവസാനം എന്തായിന്നറിയോ? ഇയാളെ പ്രഭാഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന സംഘാടകൻ വല്ല തോണ്ടിയിട്ട് പറഞ്ഞു മൗലവി എന്ത് പ്രസംഗം അതൊക്കെ നൂഹ് നബി അല്ലേ. സംഘാടകൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ പിന്നെ എന്നിട്ട് തിരിയുന്നുണ്ടോ ഇയാൾക്ക്? ഇല്ല. എന്നിട്ട് എന്താ ഇയാൾ കാണിച്ചതെന്നറിയോ? അത് ലൂത്ത് നബിയല്ലോ നൂഹ് നബിയാണ്. അത് പറഞ്ഞ ഉടനെ അയാൾ ഉടനെ പറയുന്നത് അല്ലല്ലല്ല അത് ലൂത്ത് നബി തന്നെയാകുന്നു. പറഞ്ഞു കൊടുത്തിട്ടും വിശ്വസിക്കണില്ല. അവസാനം എന്തുണ്ടായിന്നറിയോ? ഇയാളെ ഫത്വ വനജ്ജൈനാഹു, അല്ല ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തുന്ന അല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല പറഞ്ഞു നൂഹ് നബിയെ രക്ഷപ്പെടുത്തുന്നതാണ്. എന്നിട്ടോ അവസാനം ഇയാൾ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതിനെതിരിൽ വിശ്വസിച്ചവൻ കാഫിറാണ്. പിന്നെ ഇയാൾ മങ്കൂസ് മൗലിദ് എടുക്കാണ്. അതിനെതിർക്കാൻ അതൊക്കെ പറഞ്ഞത്. അപ്പൊ അതിലെന്താ ഉള്ളത്? വസ്തഗാത ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹുൻ. പിന്നെ മിണ്ടണില്ല. കാരണം ഇതേ പറഞ്ഞു വന്നത് ലൂത്തായിരുന്നു. അപ്പൊ ഞങ്ങളെ മൗലിദ് വേണ്ടി വന്നു ഇയാൾക്ക് അബദ്ധം തിരുത്തി കൊടുക്കാൻ. അവസാനം സംഘാടകൻ പറഞ്ഞു എന്നോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ നൂഹ് നബിയാണെന്ന്. ഇയാൾ അവസാനം തൗബ ചെയ്യാണ്. ആ രംഗമൊന്ന് കണ്ടോ? സനത് നോക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാണിച്ചു കൊടുക്ക് ഇയാളെ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്. അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ മതി തന്നെ. എൻ്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വെയ്യ വയസ്സനായി, 10-60 വയസ്സോളായി. ഇയാളൊക്കെ എന്നും പരിപാടിക്കോ എങ്ങനെ ഉണ്ടാവും? നല്ല പണ്ഡിതനാ ഇയാളൊക്കെ. പണ്ഡിതനാന്ന് പറഞ്ഞാൽ സക്കരിയ സ്വലാഹി, ഇങ്ങക്ക് എന്താ ഇനി പറയാനുള്ളത്? ഇയാളൊക്കെ പണ്ഡിതനാക്കി കൊണ്ടെടുക്കുന്ന ആളുകളോട് സക്കരിയ സ്വലാഹി ഒന്ന് പ്രതികരിക്കട്ടെ, അതാ നല്ലത്. ഞങ്ങളൊന്ന് മറുപടി പറഞ്ഞപ്പോ അതിന് ശരിയാവൂല. ഒന്ന് പറയൂ സക്കരിയ.
ആ കണ്ടില്ലേ, അതാണ്. ഞാൻ കേൾപ്പിച്ചത് ആദ്യം മുതൽ കേട്ടോ. ഇവരൊക്കെ നവോത്ഥാന നായകർ എന്നൊക്കെ വിചാരിച്ചിരിക്കല്ലേ. ഒരു മണ്ണാങ്കട്ടിയല്ല. വെക്ക് ആദ്യം മുതൽ കൂക്കട്ടെ, ആള് ശരിക്കും കൂക്കട്ടെ. കണ്ടില്ലേ, അതാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതൊക്കെ ശരിയാന്ന് വിചാരിച്ച് വെറുതെ ആരും നടക്കണ്ട. ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ കിതാബ് കൊണ്ടുപോയ ആള് വന്നോ? ആള് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. ഇനി നമുക്ക് ഓക്കെ, അത് തെളിയിച്ചിട്ട് മോനെ ബാക്കിയാരും വെക്ക്. ആ സംവാദത്തിന്റെ ആദ്യം മുതൽ വെക്ക്. ഇന്ന് കായക്കൊടിയുടെ ഏറ്റവും ലാസ്റ്റ് ദിവസമായിരിക്കും, ഉറപ്പാണ്. അതിൽ തർക്കമില്ല. അൽഹംദുലില്ലാ. സംവാദത്തിന്റെ അവസരത്തിൽ കായക്കൊടി പറഞ്ഞ മറുപടി മുതൽ നമ്മൾ തുടങ്ങുന്നു. വെക്ക്, സീഡി വെക്ക്. ഇനിയല്ലേ ഇവിടെ ബദ്രൂഹുദു. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാരും അടങ്ങിയിരിക്കട്ടോ. നല്ല സംഭവമായിട്ട് എനിക്കൊരു സംഭവം ഈ വിഷയത്തിൽ ഞാനേ ഇപ്പോ കായക്കൊടി അവിടുന്ന് ഈ ഹദീസിന് പറഞ്ഞ മറുപടി മുതൽ ഒന്ന് വിശകലനം ചെയ്യാൻ തന്നെ പോവാണ്. എല്ലാരും വളരെ വളരെ സൈലന്റായി ക്ഷമയോടെ കേട്ടിരിക്കുക. ഇയാളൊന്ന് പറയട്ടെ. എനിക്ക് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് അറിയാമോ? ഈ സംവാദ ഡിസ്ക് എന്ന് പറഞ്ഞാൽ 4 ഡിസ്ക് ഉണ്ട്. ഏതാണ്ട് 4 മണിക്കൂറോളം ഈ വിഷയം. അവസാനം ഇത് തെറ്റിപ്പിരിയാണ്. ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഈ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിങ്ങ വന്ന ഉസ്താദ് സംവാദത്തിന്റെ തുടക്കം മുതലേ ഇത് പൊതുവായിട്ട് എല്ലാ മുസ്ലിങ്ങൾക്കും അവിടെ നിന്ന് അതൊക്കെ ഇതിന്റെ ലോഴ്ഫ് പറയാ. അതാ വേറെ കാര്യം. അപ്പൊ ഇത് ഞാൻ പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് സംവാദം മൊത്തം ഇടേണ്ട വിഷയങ്ങളില്ല. സംവാദത്തിന്റെ ലാസ്റ്റ് ഇട്ടാ മതി. അതായത് ഞങ്ങള് ഈ ഹദീസ് പറഞ്ഞപ്പോ അതിൽ 2 ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞ് വായിച്ച അവിടെ മുതലുണ്ട്. അതായത് ഈ ഉസ്താദ് പറഞ്ഞപ്പോ ഇതിന്റെ സ്ഥാനത്തൊക്കെ വളരെ കറക്റ്റ് ആണ്. തീർച്ചയായും ഞാനല്ല, ഞങ്ങളെ അൽബാനി അടക്കം പറഞ്ഞാണ്. ശരി. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്? ഈ ഹദീസ് ലൈഫ് ആണോ അല്ലയോ? അതെ, ഈ സംവാദ സമയത്ത് സംവാദം ഉണ്ടല്ല ഈ ഹദീസിനെ പറ്റി. അതെ, ഹദീസിനെ പറ്റി തന്നെ സംവാദം. ഹദീസിന്റെ സന്ദർഭം മുതൽ കായക്കൊടി പറഞ്ഞത് മുഴുവനും കളവാകുന്നു. അൽഹംദുലില്ലാ, ഈ എറണാകുളം ജില്ലയിൽ വന്നിട്ട് തന്നെ ആ ഹദീസ് കായക്കൊടി പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കിയല്ലോ. നന്നായിട്ടുണ്ട്. സീഡിട് മോനെ. അതല്ലേ ഇന്ന് കായക്കൊടിയുടെ ലാസ്റ്റ് ദിവസം. അത് എല്ലാരും അടങ്ങിയിരുന്നോ? ഇതാ മോനെ, ആ സീഡിട്ട് ആ സംവാദത്തിന്റെ ലാസ്റ്റ് ഇങ്ങോട്ട് വെക്ക്. ഞാൻ വിഷയം തീരുമാനാക്കി. എന്തിനാ 3ാമത്തെ ഡിസ്ക് ഇടുന്നത്? സംഭവത്തിന്റെ അതായത് നമുക്ക് ഹദീസ് ലൈഫ് ആണെന്ന വിഷയം. ഹദീസ് അവിടെ പറഞ്ഞത് മുതൽ വരിക. അപ്പൊ അവിടെ പറഞ്ഞപ്പോഴാണ് അവിടെ നമ്മളെ കുന്നത്തേരി പറഞ്ഞ തെറ്റാ നിങ്ങൾക്ക് ബോധ്യമുണ്ട്. എത്ര സമയം എനിക്ക് ഇല്ല, നാട് അത് വിഷയമില്ല. ഞങ്ങളെ ഇവിടെ രാവിലെ വരെ ഇരുന്ന് തരാൻ തയ്യാറാണ്. നിങ്ങൾ പേടിക്കണ്ട. ഞമ്മക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഞങ്ങളിതാ ഇത്രയും ആളുകൾ നിങ്ങളുടെ ഈ വിഷയം തീരുന്നത് വരിക്കാൻ തയ്യാറല്ലേ? എല്ലാവരും നിങ്ങളൊരു ബേജാറാവണ്ട. ഞങ്ങൾ അവിടെയല്ല, കുന്നത്തേരിയിൽ നമ്മൾ എവിടെയാ സംവാദം നിർത്തിയത്? ആ ലാസ്റ്റ് പോയിന്റ് ഇടണം. ഇയാൾ എവിടെ മുതലാണ് ഇയാള് സംവാദം നിർത്തിയത്? ആ പോയിന്റ് മുതൽ നിങ്ങൾ തുടങ്ങി. എന്തോ ഒരു പേടി. അവിടെ മുതൽ നമുക്ക് ബാക്കിയൊക്കെ ഇടും. എല്ലാടും ഹദീസിന്റെ വിഷയം മാത്രമേ അതേ ഹദീസിന്റെ വിഷയത്തിലാണ് കായക്കൊടി അവിടെ പറഞ്ഞത്. കിതാബിവിടെ ഉണ്ടാവില്ലായിരിക്കും. അതിനിപ്പോ ഈ ഹദീസിനെ പറ്റി സംബന്ധിച്ച് കിതാബിലൂടെ ഉസ്താദ് ഉണ്ടാവില്ലായിരിക്കും. ആര് പറഞ്ഞു? ആ കളി ഞങ്ങളോട് വേണ്ട. എല്ലാ കിതാബും ഞങ്ങളെ കയ്യിലുണ്ട്. ആവശ്യമായ സമയത്ത് വരും. നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞങ്ങളെ ലാപ്ടോപ്പ് ഒന്ന് മറിച്ചു നോക്കി 7000-8000 കിതാബ മോനായിരിക്കും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളിത് പഠിച്ചിട്ടാണ് ചങ്ങായി. ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാന്നുള്ളത് മറക്കണ്ടങ്ങള്. കളി ഞങ്ങളോടാ. കൊടുക്കുമോനെ, CD കൊടുക്ക്. ഞാൻ പറഞ്ഞേരാ. കാന്തപുരത്തിന്റെ കാര്യം പറയണ്ട. മഹാനായ കാന്തപുരം ഉസ്താദ് അത് ഞങ്ങൾ പറയാതിരിക്കും. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവല്ലേ. കൊടുക്ക്, CD കൊടുക്ക് മോനെ, CD ഇട്. അതേ CD. ഇങ്ങക്ക് എന്താ ബേജാറ്? എല്ലാരും അടങ്ങിരി. കുന്നത്തേരി സംവാദത്തിന്റെ ബാക്കി ഈ ആലുവയുടെ പരിസരത്ത് തന്നെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമാണ്. കുന്നത്തേരിയിൽ ഞങ്ങള് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇവിടെ ഞങ്ങളിനെ മറമാടിത്തരാ. അത് എറണാകുളം ജില്ലക്ക് തന്നെ ഭാഗ്യം കിട്ടിയത് വളരെ നന്നായിട്ടുണ്ട്. വെക്ക് CD. 3ാമത്തെ CD-യിലല്ല, ആ സംവാദത്തിന്റെ ലാസ്റ്റ് ഇങ്ങോട്ട് വെക്ക്.
അവിടെ നിന്നാണ് തുടക്കം. 2 അബൂയഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്തന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു, അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും, അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്? പുതിയ ഉസൂലികൻ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദതന ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്. വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും തിഖാത്ത്. ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ്? അബൂ യഅല ഇമാം പറയാണ്. അഹ്മദ് ഇബ്നു ഈസ എന്നോട് പറഞ്ഞു. അഹ്മദ് ഇബ്നു ഈസ ബുഖാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്, ഞാനല്ല. 2 ഇബ്നു വഹബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് എന്ന മഹാൻ ബുഖാരിയുടെ ഉസ്താദാണ്, മുസ്ലിമിന്റെയും ഉസ്താദാണ്. ലോകത്ത് തർക്കമില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? അബൂ സഖർ. അബൂ സഖർ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. സഈദുൽ മഖ്ബൂരിയാണ് വേറെ ഒരു റാവി. അദ്ദേഹം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആളാണ്, തർക്കമില്ല. ഇത്ര സ്വഹിയായ ഹദീസുകളെ കുറിച്ചല്ലേ ന്യൂനതണ്ട് എന്ന് പറഞ്ഞത്? ഇതാണ് മുജാഹിദുകൾ. ഇത് വായിച്ചപ്പോഴാണ് ഇപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ബാക്കി ബേജാറാൽ ഇടുന്ന് ഇടും. അത് ഇടാനായി പോന്ന്. ഇരിക്കിരിക്കിരിക്ക്, ബേജാറ് വേണ്ട, ഇടും. ഞങ്ങളിടും. നിങ്ങൾക്ക് എന്താ ഒരു ബേജാറ്? ഇരിക്കും അവിടെ, ഇരിക്ക് മൗലവി, ഇരിക്ക്. ഇതാ ബേജാറ് വേണ്ട, ഞങ്ങളിടേ. ഇതാ എന്താണ് ഞങ്ങളിടും, അത് പേടിക്കണ്ട, ഇരിക്കൂ. ഇട്ടില്ലേ ഞങ്ങൾ പോകാൻ അനുവദിക്കണ്ടെങ്കിൽ ഞങ്ങളിടും. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ കിതാബിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി കായക്കൊടി പറയാൻ പോകുന്നത് പച്ചക്കല്ലാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ? അത് അതിനാ ഞാൻ പറഞ്ഞത്. ഈ കിതാബ് നമ്മൾ വായിച്ചപ്പോ ഈ കിതാബിൽ ഇല്ലാത്തത് ഒരു പച്ചക്കള്ളം കായക്കൊടി പറയാൻ പോകുന്നു. അത് ആർജവത്തോടെ നുണ പറയാനുള്ള ദജ്ജാലൂന കദ്ദാബൂന ശഫീഉന റസൂലുള്ളാഹി പറഞ്ഞതിന്റെ അത് ഇടാതിരിക്കും. അത് ഇടാനാ ഞാനിപ്പോ ഇതൊക്കെ ഇട്ടേ. ഒരു മൂപ്പർക്ക് ബേജാറ്. അതിടാൻ വേണ്ടി ഞാനൊക്കെ ഇതൊക്കെ പറഞ്ഞു വന്നേന്നെ. കാരണം എന്താ? അതിടലാണ് ഞങ്ങളെ വിജയം. കാരണം അത് പച്ചക്കള്ളമാണ്. ഇനി പറയുന്നത് എന്താണെന്നറിയോ? ഇതിങ്ങനെ നമ്മൾ വായിച്ചപ്പോഴാണ് ഇവിടുത്തെ ബാക്കിൽ ഈ ഫൈസൽ മൗലവി എല്ലാരും കൂടി ഇങ്ങനെ ഇത് നോക്കുകയാണ് കിതാബേ. അപ്പൊ ബാക്കിൽ നിന്ന് ഇങ്ങനെ കണ്ട് വഫീഹി ഇല്ലത്താനീൻ. വഫീ അത് അപ്പൊ മൗലവിക്ക് എഴുതി കൊടുത്തു. വേം പറഞ്ഞോ വഫീ ഇല്ലത്താനി, അതിൽ 2 ന്യൂനതണ്ട് എന്നും കൂടി അൽബാനി പറഞ്ഞിട്ടുണ്ട്. സംഗതി എന്താ?
ബേജാറുകൊണ്ട് നോക്കിയപ്പോ വരി മാറിപ്പോയതാണ്. ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത് വേറെ ഹദീസിനെ കുറിച്ചായിരുന്നു. ഈ ഒരു പച്ചപ്പൊള്ള് കായക്കൊടി പറയുന്നത് കേട്ടോ. കിതാബിന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കൊന്ന് വായിപ്പിച്ച് പറയട്ടെ. കായക്കൊടി പറയും, നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. പറയട്ടെ, കായക്കൊടി പറയുന്ന പച്ച നുണ കേട്ടോ. ആ വെക്ക്, പച്ച നുണ വെക്ക്. കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ കേട്ടോ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ ഈ കിതാബ് അയക്കുന്നു കൊടുക്കി. ഇതിൽ വഫീലത്താനി ആളെന്ന് കാണിച്ചിട്ട് 2 വരി താഴെ വെല്ലുവിളിക്കുന്നു. കഴിയില്ല നിങ്ങൾക്ക് പച്ച നുണ. ആ ആയത്തിന്റെ ആ ഹദീസിന്റെ പറഞ്ഞു വാ. എവിടെ വഫീഹി ഇല്ലത്താനി? ആ ഹദീസിന്റെ താഴെ വായിക്ക്. പച്ച നുണ. എല്ലാരും ഇരിക്ക്. 2 വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് പറഞ്ഞതായി തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ വായിക്ക്. വായിക്ക്. ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് വായിക്ക. അപ്പുറത്തുള്ള ഹദീസല്ല, ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ തൊട്ടതായി വായിക്ക്. എല്ലാം ഞാൻ ചോദിക്കട്ടെ, വഫീലത്താനി അതിലുണ്ടോ ഈ ഹദീസിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അയാൾ പറഞ്ഞ എന്താ? ഒന്നുകൂടി കേൾപ്പിക്കും. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു. അങ്ങനെ വിടില്ല, അങ്ങനെ പോയി ശരിയാകൂല ഇത്. ഇനിയോ നാലേ ആ സിൽസിലത്തുല്ലഹ അയാൾ ഓതിയാളാണ്, പഠിച്ച ആളാണല്ലോ അത്ര. ഞാൻ ചോദിക്കട്ടെ, അൽബാനിയാണ് നിങ്ങളുടെ കയ്യിൽ 2 വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് പറയാൻ വെല്ലുവിളി. അതല്ലേ കാര്യം? കിതാബ തന്നെയല്ലേ നോക്കിണ്ടല്ലോ. ഒന്ന് നോക്കി ഉറപ്പിക്കും മൗലവി. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടെടുക്കുന്നത് എന്തിനാറിയോ? നിങ്ങളെപ്പോലോത്തിന് ശരിക്ക് കുഴിയിലിടാൻ തന്നെയാണ്. നിങ്ങൾക്ക് അറിയൂലെങ്കിൽ സക്കരിയ സുലായി പറഞ്ഞുതരും എന്തായിരുന്നത്. പറഞ്ഞുതരും. വായിക്ക്. ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് വഫീലത്താനി എന്ന് പറഞ്ഞു ഒന്ന് കാണിക്ക്. വെല്ലുവിളിയാണിത്. പച്ച നുണ. എത്ര ആർജവത്തിലാണ് പറഞ്ഞെന്നറിയോ? നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലത്താനി. നിങ്ങളൊന്ന് പറയും. ഈ ഡിസ്ക് തീർന്നോട്ടെ. അല്ല, വേണ്ട, അത് കഴിഞ്ഞു. ഇത് പറ. വഫീലത്താനി പറയും. കാണുന്നില്ല, അയാൾ തെരഞ്ഞിട്ട് കാണുന്നില്ല. കാണൂലങ്ങള്. ഈ ഹദീസ് ദഈഫാണോ സഹിയാണോ എന്ന ചർച്ചയിൽ നിങ്ങളുടെ സ്വന്തം കായക്കൊടി അയാൾ പറഞ്ഞ വാചകം ഒന്നുകൂടി കേൾപ്പിക്കുമോ? ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ കേൾപ്പിച്ചേ. ഇത് വലിയ വിഷയമാണ്. കിതാബിന്റെ പേരിൽ പച്ച നുണ. ആ ജനങ്ങളെ വിഡ്ഢിയാക്കലാണോ? പറഞ്ഞാണ് കേൾപ്പിക്കും. ഇപ്പൊ പറഞ്ഞു. അതൊന്ന് ഓരോ ഡിസ്ക് തീർത്തില്ലാന്ന് പറഞ്ഞാല് ഡിസ്കിലുള്ള ഓരോ വാചകവും ഞങ്ങൾ ഇവിടെ വെക്കും. വെക്ക്. ആ മോനെ അത് വെക്കും. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്? ഞാൻ 1ാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. കൊണ്ടുവാ സക്കരിയ സുലായി. പെട്ടെന്ന് നടക്കും പരിപാടി. ഇയാള് പറഞ്ഞത് ഈ കിതാബിൽ നിന്ന് പച്ചക്കള്ളം. വഫീഹി ഇല്ലത്താനി. അതിൽ 2 ന്യൂനതയുണ്ട് എന്ന് ഇതാ അൽബാനി പറഞ്ഞു എന്ന് പച്ച നുണ. കൊണ്ടുവാ സക്കരിയ സുലാഹിയെ. ഫീഹി ഇല്ലത്താനി എന്ന് ആ ഹദീസിന്റെ താഴെ ഇല്ല എന്ന് സക്കരിയ സുലാഹിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുകയാണ്. അതെ, അനീഫ മൗലവി എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലത്താനി. എന്നാ കേട്ടോ, സക്കരിയ സുലാഹി അതാ പറയുന്നു. എന്താ പറയുന്നറിയോ? അങ്ങനെ വഫീഹി ഇല്ലത്താനി എന്ന് ആ ഹദീസിന്റെ താഴെ ഇല്ല. അങ്ങനെ ഒരു ഹദീസിൽ അൽബാനി പറഞ്ഞിട്ടില്ല. കായക്കൊടി പറഞ്ഞത് കളവാണെന്ന് മിസ്റ്റർ സക്കരിയ സുലാഹി കേട്ടോ. ഗൾഫിൽ ഒപ്പിയിട്ട് ഞങ്ങളെ പ്രവർത്തകർക്ക് മുമ്പിലതാ അയാൾ കുമ്പസരിക്കുന്നു. കുന്നത്തേരിയിൽ വെച്ച്, എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത കുന്നത്തേരിയിൽ വെച്ച് വഫീഹി ഇല്ലത്താനി, ഇതിൽ 2 ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് ഓടിയ കായക്കൊടി മൗലവിക്ക് ഇതാ ചുട്ട മറുപടിയുമായി മിസ്റ്റർ സക്കരിയ വരുന്നു. കണ്ടോളൂ. ആ സക്കരിയ സുലാഹി വരട്ടെ.
എൻ്റെ പേര് ഖാലിദ് ഫറൂഖ്. ഇത് കേട്ട് കുന്നത്തേരി പ്രാർത്ഥിക്കുക എന്നുള്ള ഹദീസായിട്ട് അവരോധിയ എല്ലാരും കേട്ടു എന്ന ഹദീസില് പിന്നെ രണ്ട് ന്യൂനതകളുണ്ട്. രണ്ട് ഇന്നത്താനി എന്ന് ഹനീഫ് മൗലവി പറയുന്നുണ്ടായി. എന്നാൽ അത് ആ ഹദീസിനെ സംബന്ധിച്ചല്ല, മറ്റൊരു ഹദീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മടപൊഴികൾ അത് നിങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അൽബാനിയിൽ നിന്ന് അൽബാന്റെ സിൽസില എന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൗലവി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഹനീഫ് മൗലവി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. ഇതിൽ ന്യൂനതയോ അവര് പറയുന്നുണ്ട്. നിങ്ങൾ താഴെ വായിക്കും, മുഴുവൻ വായിക്കും, അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ തെളിയിക്കും. അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്ക്, അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര സിൽസിലയിൽ ഉണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. അത് ഇവര് പ്രചരിപ്പിക്കുന്നതാണ്. ഇനി കേട്ടോ ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഹദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഉണ്ട്, അതുണ്ട്, അത് താഴെ ഉണ്ട്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഫീ ഇല്ലത്താനിന്നുണ്ട്. ഉണ്ട്, ശരിയാണ്. അത് നിങ്ങൾ സെനത് ഇനി ഒന്നുകൂടി നേരത്തെ പ്രസംഗിച്ച ആ കായക്കൊടിന്റെ പ്രസവം ഒന്നുകൂടി എന്നാ വിഷയം തീരുമാനം. അതിൽ പറഞ്ഞ നേരെ വിരുദ്ധാണ് പിന്നെ ആര് പറയുന്നത്? മിസ്റ്റർ സക്കരിയ സലായി പറയുന്നത്, ഓ മൗലവി, രണ്ട് ന്യൂനതയുണ്ടെന്ന് ഇവിടെ കുന്നത്തേരിയിൽ വെച്ച് കായക്കൊടി പറഞ്ഞ് സക്കരിയ സലായി തന്നെ തിരുത്തുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്ന. എല്ലാവരും ഇരുന്നോ, ആദ്യം കായക്കൊടി ഒന്ന് സംസാരിക്കട്ടെ. വേഗം പറയും. നിങ്ങൾ എടുത്തില്ലേ ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലത്താനി. നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലത്താനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്. ഞാൻ ഒന്നാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, വായിക്കണം നിങ്ങൾ സനത്, വ്യത്യസ്തമായ സനത്, വ്യത്യസ്തമായ മത്തിന്. ഇനി അറിയണോ സഹോദരന്മാരെ മത്തിനെന്താണെന്ന്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത് ആരെങ്കിലും നിന്നാൽ കാമ, ആയാള് നിന്നാൽ, അദ്ദേഹം നിന്നാൽ, ആര് നിന്നാൽ പറയണ്ടേ. അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല. വായിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്തിന് ഞാൻ ഇവിടെ വായിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. മുസ്ലിംമാരൊന്ന് ഉച്ചഭക്ഷണം കഴിക്കട്ടെ. ആ മത്തിന് ഞാൻ വായിച്ചാൽ മുസ്ലിംമാർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഫീഹി ഇല്ലത്താനി. അൽബാനി രേഖപ്പെടുത്തി. എന്തിനാ നിങ്ങളതെടുത്തത്? നിങ്ങളെ കൊണ്ടതെടുപ്പിക്കും. ഞങ്ങൾക്കറിയാം നിങ്ങളതെടുക്കും. കൊണ്ടുവന്ന് വെച്ച കിതാബുകൾ കേട്ടല്ലോ. ഫീഹി ഇല്ലത്താനി. എന്താണ്? എങ്ങനെ? ബാക്കിയിട്ടോ. ഞങ്ങളും കാണുന്നുണ്ടല്ലോ, നിങ്ങളെ കൊണ്ടത് വായിപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യം അൽബാനിയുടെ ആ സിൽസിലയിലുണ്ട്. ഇനി അത് വായിച്ച് പഠിച്ചോ, ഞാൻ പറയേണ്ടതില്ലല്ലോ. സഹോദരന്മാരെ മനസ്സിലാക്കണം. എന്താ വിഷയം? പ്രാർത്ഥനയ്ക്ക് മുജാഹിദുകൾ കൊടുത്ത നിർവചനം തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് മുസ്ലിംമാര് അവരുടെ ഉത്തരത്തിന്റെയും നമ്മുടെ ഉത്തരത്തിന്റെയും ഒക്കെ സമയത്ത് ഈ ഒരു വാചകം മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ സമയത്ത് മലയാളം മാത്രം പറഞ്ഞു, ഹദീസ് വായിക്കാൻ ധൈര്യം കാണിച്ചില്ല. രണ്ടാമത് അവരുടെ സന്ദർഭത്തിൽ ആ ഹദീസിന്റെ ഒരു ഭാഗം വായിച്ചു, സനത് വായിച്ചില്ല. മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ട് മത്തിന് ഇതുവരെ വായിച്ചില്ല. അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി, പാളീസായി എന്നൊക്കെ. എന്ത് പൊളിയാൻ, എന്ത് പാളീസാകാൻ? നിർവചനം തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു. അത്
അത് ഇസ്തിഗാസക്ക്, പ്രാർത്ഥനക്ക്. പ്രാർത്ഥനയല്ലേ തർക്കം, അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുദ്ധരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല. നിങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാമ, ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു, ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? നൗഷാദ് ഹസനി വിളിച്ചാലെന്നാണോ? അതല്ല ഫൈസൽ ഹസനി വിളിച്ചാലെന്നാണോ? കേരളത്തിലെ സമസ്തക്കാര് വിളിച്ചാലെന്നാണോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ? അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം. നിങ്ങൾ വരണം. ഒന്നുറിന തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആദം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോഴോ കാമ, എന്റെ ഖബറിന്റെ അരികിൽ വന്ന് വിളിച്ചാൽ, അതാ ഞാൻ ചോദിച്ചത്, എന്റെ ഖബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം ഖബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവശേഷിക്കുന്നു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു പറഞ്ഞ ഇന്നമാ ദുഉ റബ്ബി എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഉദുനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞ ദുആ. അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. ആറ്റാരോട് പ്രാർത്ഥിച്ചാലും പിഴച്ചു പോകും. ഈസാ നബി പെടും, ഉസൈർ പെടും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അവർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്ന്. ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം? പറഞ്ഞു. ഞാനല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ 3 വിഷയങ്ങൾ. ഒന്ന് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറയണം. 2 ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. 3-മത്തേത് അതിന്റെ മത്നുകൾ വായിക്കണം. അതും ഇവിടെ വായിച്ചിട്ടില്ല. 1-മത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന്, ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റ് 2 എന്താണ് അവിടെ എല്ലാവരും ബാധ്യത തന്നെ ഞങ്ങൾ കൂടി കഴിഞ്ഞിട്ട് സക്കരിയ സ്വലാഹി വരെ ഈ പറഞ്ഞത് മൊത്തം ആള് ബാത്തിലാക്കും. സംവാദം കഴിഞ്ഞിട്ടോ ഇനി എടുക്ക് സക്കരിയ സ്വലാഹി വരട്ടെ. ശരിക്ക് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത്, കായക്കൊടി പറഞ്ഞത് എല്ലാവരും കേട്ടു. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലത്താനി. എന്നാൽ സക്കരിയ സ്വലാഹി പറയുന്നത് കേട്ടോ വെക്ക്. ഗൾഫിൽ ചെന്നപ്പോ മുജാഹിദിന്റെ പ്രവർത്തകർ തന്നെ അവരോട് ചോദിച്ചു, അങ്ങനെ ഒന്നുണ്ടോ? ആ കായക്കൊടി പറഞ്ഞത് ശരിയാണോ? അയാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ താഴെയാണ് പറഞ്ഞത്. വെക്ക്. സക്കരിയ സ്വലാഹി തന്നെ ഇതുവരെ ആർജവത്തോടെ പറഞ്ഞല്ലോ അയാള്. 2 ന്യൂനതയുണ്ട്, ഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞത് മുഴുവൻ ബാത്തിലാക്കുകയാണ് മിസ്റ്റർ കാരി നമ്മളെ സക്കരിയ സ്വലാഹി. വെക്ക്. എല്ലാവരും വളരെ പ്രതീക്ഷ എന്ന് പറഞ്ഞാല് സക്കരിയ സ്വലാഹി അയാള് ഗൾഫിൽ ചെന്നപ്പോ ആളുകൾ ചോദിക്കാണ്, കുന്നത്തെ ഒരു സംവാദത്തിൽ വഫീഹില്ലത്താനി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അയാൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്താണ് അതിൽ വന്നത് നിങ്ങൾക്ക് തന്നെ? ഈ കിതാബ് ഞങ്ങൾ ചോദിച്ചു, അതിലില്ല, പച്ച നുണ പറഞ്ഞതാണ്. 12 വരി കട്ടിട്ട് അതിന്റെ നേരെയുള്ള വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വായിച്ച് കാളുകളെ വിഡ്ഢികളാക്കുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ചെയ്തത്. അത് കുടുങ്ങുന്ന സന്ദർഭത്തിൽ സക്കരിയ സ്വലാഹി തന്നെ അത് വിളിച്ചു പറയുന്നു. അത് തൊപ്പിയിട്ടൊക്കെ വന്നിട്ടാണ് പറയുന്നത്. കാരണം ഗൾഫിലാണ് ഈ വിഷയം ചോദ്യം വന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഒരു ഹദീസ് നമ്മൾ പറയുമ്പോ ആ ഹദീസുമായി ബന്ധപ്പെട്ടതല്ലേ പറയേണ്ടത്?
വേറെ എവിടെയെങ്കിലും ഉള്ളതാണോ പറയേണ്ടത്? അല്ല, നമ്മൾ ചോദിച്ച ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അതാണല്ലോ വായിക്കേണ്ടത്. പക്ഷേ കായക്കൊടി വായിച്ചത് വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു. കുന്നത്തേരി റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഹദീസായിട്ട് അവരോധിയ ലൈൻ കാമ എന്ന ഹദീസില് രണ്ട് ന്യൂനതകളുണ്ട്. രണ്ട് ഇന്നത്താനി എന്ന് അനീഫോല് പറയുണ്ടായി. എന്നാൽ അത് ആ ഹദീസിനെ സംബന്ധിച്ചല്ല, മറ്റൊരു ഹദീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മടപൂരികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണ്? അത് നിങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അൽബാനിയിൽ നിന്ന് അവർ അൽബാന്റെ സിൽസില എന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൗലി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടില്ല. ഹനീഫ് മൗലി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. ഇതിൽ ന്യൂനതയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ താഴെ വായിക്കും, മുഴുവൻ വായിക്കുക, അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ തെളിയിക്കും. അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്ക്, അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ആ സിൽസിലയിൽ ഉണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? സിൽസിലയിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ട്, അത് വായിക്കാനാണോ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് അബൂ യഅ്ല ഉദ്ധരിച്ച ഹദീസിനുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. എന്നിട്ട് കേട്ടോ, ബാക്കി കൃത്യമായിട്ട് അയാൾ പറയുന്നു ശൈഖ് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ താഴെയുള്ള ഹദീസിനെ കുറിച്ചാണ് പറഞ്ഞത്. വെക്ക് ബാക്കി, അത് ഇവര് പ്രചരിപ്പിക്കുന്നതാണ്. ചോദ്യാർത്താവ് ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പറഞ്ഞ് അത് ഇവര് പ്രചരിപ്പിക്കുന്നതാണ്. ചോദ്യാർത്താവ് ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. ഷെയ്ഖ് അൽബാനി ഇയാൾ എത്ര ആർജവത്തോടെയാണ് കളവ് പറഞ്ഞത് അല്ലേ? നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലത്താനി അല്ലേ? സഹോദരന്മാരെ ഒന്നുകൂടി വെക്കാ പറഞ്ഞു ശരിക്ക് കേട്ടോളൂ. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഹദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഇവര് പറഞ്ഞിട്ടില്ല. അതുണ്ട്, അത് താഴെ ഉണ്ട്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഫീ ഇല്ലത്താനി ഉണ്ട്. ശരിയാണ് അത്. അതെ, നിങ്ങൾ സെനത് വായിക്കി, അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഏതിനാ ന്യൂനത. നിങ്ങൾ എല്ലാ സെനതും കൊണ്ട് വായിക്കും. ന്യൂനത ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതുണ്ട് ഒക്കെ പറഞ്ഞുതരാം. നിങ്ങൾ സെനതിങ് വായിക്കി എന്നാ പറയണത്. എന്ത് അവര് പിന്നെ പറഞ്ഞ ന്യൂനത ഉണ്ട് തെളിയിക്കണം. അത് അവരെ കോളേജിന്റെ മുമ്പ് തന്നെ പോയിട്ട് ഇവര് തെളിയിക്കുകയും ചെയ്തല്ലോ. ഏയ് ന്യൂനത ഉണ്ടോന്ന് ഞാൻ ആലുവീന്ന് ചോദിച്ചിന്, ഞങ്ങളെ കോളേജ് ഇയാവുസിന്റെ മുമ്പിൽ ഒന്ന് തെളിയിച്ചു. സംവാദത്തില് തെളിയിക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അത്ര തെളിയിച്ച്. അതിന് പിറ്റേന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് പിന്നെ ഒതുക്കുങ്ങളിലേക്ക് ചവിട്ടിയിട്ടില്ല. അതും കൂടി കേട്ടോളൂ. ഇനി ബാക്കി വെക്ക് കേട്ടോളട്ടാ. അതിൽ 2 റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ട്. ന്യൂനതയാണ്. അഹമ്മദ് ബിൻ ഈസ, അബൂ സഖർ എന്ന 2 റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ടെന്ന് ഈ അഹ്സനിമാരെ കോളേജിന്റെ മൂക്കിനിയോട്ടിൽ വെച്ചവർ പോയി പറയുകയും ചെയ്തു. അത് വേറെ വിഷയമാണ്, പിന്നുണ്ടായ വിഷയമാണ്. പിന്നുണ്ടായതല്ല, സംവാദത്തിന് ഞങ്ങൾ ചോദിച്ച ന്യൂനത എവിടെയെന്നാ. നിങ്ങൾ ധൈര്യത്തോടൊന്ന് എഴുന്നേറ്റെന്ന് പറയും. അഹമ്മദ് ബിൻ ഈസയും അബൂ സഖറും ദഈഫാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ടെങ്കിൽ എഴുന്നേറ്റ് വാ. 2ഉം വലിയ മഹാന്മാരാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദുമാരാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപാട് സ്ഥലത്ത് അവരെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കേട്ടോ, ബാക്കി. അവരെ ചോദ്യം അങ്ങനല്ല. അവരെ ചോദ്യം ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? വിശദീകരണത്തിലുണ്ട്. വിശദീകരണത്തിൽ വേറൊരു ഹദീസ് കൊണ്ടുവന്നു, ആ ഹദീസിനെ പറ്റി പറഞ്ഞു. പക്ഷെ വിശദീകരണം തന്നപ്പോ 2733 നമ്പർ ഹദീസാണെങ്കിൽ 2734 വരെ അതിന്റെ വിശദീകരണം തന്നെയല്ലേ? വിശദീകരണത്തിനിടയിൽ തന്നെ പറയണത്. ഒരു നമ്പർ കഴിഞ്ഞ് അടുത്ത നമ്പർ വരെ അതിന്റെ വിശദീകരണം. ഓന്റെ മൗലവി നിങ്ങളൊക്കെ എവിടുന്നാ പഠിച്ചുണ്ടാക്കിയത്? ഒരു ഹദീസ് ആദ്യം അബൂ യഅ്ലയുടെ ഹദീസ്, അത് ഏറ്റവും സ്വഹീഹാണെന്ന് അൽബാനി പറഞ്ഞു. അതിന്റെ ശേഷം
വേറൊരു ഹദീസ് കൊണ്ടുവന്നു. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ആ ഹദീസിനെ കുറിച്ചാണ് അൽബാനി പറഞ്ഞത് 2 ന്യൂനതയുണ്ട്. അതന്നെ ന്യൂനതയില്ല, അത് വേറൊരു കാര്യം. അൽബാനിനെ പറഞ്ഞത് വേറെ ഹദീസിനെ കുറിച്ചാണ്. ഇത്ര വ്യക്തമായ സത്യമാണ്. ഇത് ബാക്കിയും കൂടി കേട്ടോ ആൾ പറയുന്നത്. പിന്നെ ഒരു മാറ്റി ആ കോഡിങ് തരൂ തന്നെ നമ്മൾ പോസ്റ്റർ ഇറക്കിയപ്പോ ഓല് പിന്നെ മാറ്റി. അബൂയാല ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് അൽബാനി പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അൽബാനി പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. പിന്നെ പറഞ്ഞിട്ടില്ല നിങ്ങള് പറയില്ല നിങ്ങള്. മടവൂരികളെ ശിർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് ആവേശം ഉണ്ടായി കൊടുക്കുകയാണ് മടവൂരികളെ. ഷബാബിന്റെ പണിപ്പതാണ്. റിസാലക്കാരുടെ ലേഖനം ഒരേ പേജ് എടുത്തു കൊടുക്കുക. കണ്ടോ സുന്നികൾ ഇവരെ പറ്റി എഴുതിയത് കണ്ടോ. അടുത്ത റിസാലയിൽ കണ്ടോ അബ്ദുസ്സലാം സ്വല്ലമി തുറന്നടിക്കുന്നു. ഒരു രണ്ടൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്ക് പ്രചരിപ്പിക്കാൻ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇയാളെ വഫീലത്താനി എന്ന് പറഞ്ഞ് കുന്നത്തേരിന്ന് മുങ്ങിയപ്പോ അബ്ദുസ്സലാം സ്വല്ലമി ഷബാബിൽ ലേഖനം എഴുതി. എന്തിനാണോ ഇങ്ങനെ കട്ടതിന്റെ ശിഷ്യന്മാരാണല്ലോ എന്നെയും കൂടി പറയിച്ചു പോയി. സുല്ലമി പറഞ്ഞതാ 12 വരി കട്ടിട്ട് വഫീലത്താനിന്ന് വായിച്ച് വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെതായി വായിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം മാനം കെടുത്തിയില്ലേ എന്ന് പറഞ്ഞ് സലാം സുല്ലമി കൃത്യമായി ലേഖനം എഴുതിയിട്ടുണ്ട്. സലാം സുല്ലമി ഞങ്ങൾ അംഗീകരിക്കുന്ന ആളൊന്നല്ല, നിങ്ങൾ ഉസ്താദാ. സക്കരിയ സലാഹിനെ 6 കൊല്ലം പഠിപ്പിച്ചു ഉസ്താദാ. ഒന്ന് കാണിച്ചു കൊടുക്കും മോനെ, അതിലുണ്ടാവും ഈ സാധനം. സലാം സുല്ലമി നേരത്തെ ഇവിടെ വായിച്ച ഫത്വകളൊക്കെ അയാളതാണ്. അയാൾ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളെന്നല്ല. പക്ഷേ അയാളടക്കം പറഞ്ഞു ഈ വഫീഹി ഇല്ലത്താനി എന്നുണ്ട് എന്ന് അൽബാനിയിൽ നിന്ന് വായിച്ചത്, സിൽസിലയിൽ നിന്ന് വായിച്ചത് അബദ്ധമാണെന്ന് വ്യക്തം. ഇതാ ഞാൻ പറഞ്ഞത്. മുജാഹിദുകളെ, കണ്ണുള്ളവരെ, കാതുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാ അബൂ യഅല ഇമാമിന്റെ സിൽസില ആർക്കും വരാം, ആർക്കും പരിശോധിക്കാം. ഇതിലെന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞു എന്ന് പച്ച നുണയാണ്. വെള്ളം ചേർക്കാതെ കായക്കൊടി കുന്നത്തേരിൽ വെച്ച് തട്ടിവിട്ടത്. പിന്നെ ഇയാളിങ്ങനെ ചോദിച്ചു, ആര് വിളിച്ചാൽ ആര് വന്നാൽ. അതിന്റെ ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ അവിടെ ആദ്യം ചോദിച്ചത്, കുന്നത്തേരിയിൽ നമ്മൾ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരായാലും അവർ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞു ശിർക്കാണ്. പിന്നെ എല്ലാ ആളും കണക്കനല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. പിന്നെയോ ഏതായാലും ഖബറിന്റെ അടുത്ത് പറ്റും നിങ്ങൾ സമ്മതിച്ചാൽ ബാക്കി ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു തരാ. അപ്പൊ സഹോദരാ, കുന്നത്തേരി സംവാദത്തിൽ ഈ ഹദീസില്ലേ, ആ ഹദീസ് ഉദ്ധരിച്ച് വഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് എന്ന് കായക്കൊടി, ഇല്ല എന്ന് സക്കരിയ, ഇല്ല എന്ന് സക്കരിയ. ഇനിയും നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ? ഇതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളൊന്ന് എഴുന്നേറ്റെന്ന് പറയുന്ന വേണം. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ കിതാബിൽ അസ്സിൽസിലത്തുൽ അഹാദീസ് സ്വഹിഹ, ഈ കിതാബിൽ ഞങ്ങൾ ഉദ്ധരിച്ച അബൂ യഅലയുടെ ഹദീസിനെ കുറിച്ച് 2 ന്യൂനതയുണ്ടെന്ന് അൽബാനി, ഇല്ല എന്ന് സക്കരിയ. ഏതാണ് മൗലവി ശരി? ഒന്ന് മൈക്കൊടുക്കയാൾ പറയട്ടെ, ഏതാ ശരി? പറയും. അസ്സലാമു അലൈക്കും. അതായത് ഈ ഡിസ്കിന്റെ അവസാനം കുറച്ച് ഇതിന് മറുപടി പറയാം. ഈ ഭാരത്ത് മാത്രം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അല്ല ഇത് പറയും. വേണ്ട വേണ്ട, എന്നിട്ട് ഞാൻ കിതാബ് കാണിച്ചു തരാം. അത് ഈ ഭാരത്ത് എടുക്ക്. ഏത് ഈ ഭാരത്ത് വഫീലത്താനിയോ? അല്ല, അതിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഭാരത്തോ? ഡിസ്കിന്റെ അവസാനം ഇത് ഈ ഭാരത്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഡിസ്കിന്റെ അവസാനം കാണിക്കും. അത് ഏത് കിതാബിലാന്ന് വെച്ചാൽ അതാ കിതാബിൽ ഇല്ലത്താനിന്ന് കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ടോ? ഇല്ലത്താനി എന്നുള്ളത് ലൈഫാണെന്ന് കാണിക്കുന്നത് ഇല്ലത്താനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, വഫീ ഇല്ലത്താൻ ഇതിലുണ്ട് എന്ന് കായക്കൊടി പറഞ്ഞില്ല. അതിൽ കാണിക്കുന്നുണ്ടോ? അതുണ്ടോ ഇല്ലേ പറയും. അത് ഈ കിതാബിലാണ്, വേറെ കിതാബിലാണെന്ന് എനിക്ക് അറിയില്ല. കായക്കൊടി പറഞ്ഞ എന്താ? നിങ്ങൾ വായിച്ച അൽബാനിയുടെ താഴെ വായിക്ക് വഫീഹി ഇല്ലത്താനി. ഇതിപ്പോ അതിലുണ്ടോ ഇല്ലേന്ന് അത് ആദ്യം പറഞ്ഞാൽ ബാക്കി ചർച്ച ചെയ്യും. ഏയ് ഇത് പറയും വഫീ ഇല്ലത്താനി എന്നതിലുണ്ട് എന്നല്ല എന്നാ അപ്പൊ നിങ്ങൾ പറയുന്നത്. ഞാൻ കാര്യം പറയട്ടെ. ആ ഡിസ്കിന്റെ അവസാനത്തിൽ അത് ഈ കിതാബിലാണ് വഫീ ഇല്ലത്താനി, വേറെ കിതാബിലാണെന്ന് അറിയില്ല. ഇതിലുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടില്ല. ആള് ഉണ്ടോ ഇല്ല തീരുമാനിക്കാം നമുക്ക്. അല്ല, അതിപ്പോ സക്കരിയ സലാഹി പറഞ്ഞില്ല, അതില് ഇല്ല. അത് അങ്ങനെ അപ്പൊ കായക്കൊടി പറഞ്ഞ കളവാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നമുക്ക് ആ വിഷയം വിടാം. ശരി, വിടാൻ പറ്റൂല, വിടാൻ പറ്റൂല. വിടുകയോ? പച്ച നുണ പറയുന്നവരെ വിടുകയോ? വിടാൻ പറ്റില്ല. കായക്കൊടി കുന്നത്തേരിയിൽ നിന്ന് കളവ് പറഞ്ഞത് എറണാകുളത്തുകാർ മാപ്പ് കൊടുക്കുമോ? ഇല്ല. സംവാദത്തിന്റെ സമയത്ത് പച്ച നുണ ഈ സമുദായത്തെ വെച്ച് ഈ വിഷയ സംബന്ധിയായി ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വിഷയ സംബന്ധിയായി നടന്ന
ചോദ്യോത്തര പരിപാടികൾ നമ്മളെല്ലാവരും വളരെ ശാന്തരായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹരം കൂടുമ്പോൾ ചിലർ നിൽക്കുന്നു ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. നിയമപാലകർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവരുടെ നിയമങ്ങൾക്കും അവരുടെ കൽപ്പനകളും ശിരസ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ മർമ്മം ഇവിടെ കഴിഞ്ഞു. അതായത് അനീഫ മൗലവി പറഞ്ഞത് ശരിയല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞത് കേൾപ്പിച്ചു. ചോദ്യകർത്താവും പറഞ്ഞു നമുക്ക് ആ പ്രശ്നം വിടുക നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്നെ വിടാൻ തീരുമാനിച്ചത് കൊണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ടും നമ്മളത് വിടുകയാണ്. അതുകൊണ്ട് ഇനി അടുത്ത ചോദ്യം ചോദിക്കുക. അപ്പുറത്ത് നേരത്തെ ആ കണ്ണട വെച്ച ആൾ നേരത്തെ വന്നു പോയി, അദ്ദേഹം എഴുന്നേറ്റ് പോയതാണ്. ഒന്ന് അദ്ദേഹത്തിന് മൈക്ക കൊടുക്കണം. നമ്മളെല്ലാവരും ഇതുവരെ ഇരുന്ന് ദ്വാരന്നിട്ടേ പോകാവൂ. പെട്ടെന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം ഈ മുജാഹിദിന്റെ പണ്ഡിതന്മാരിൽ നിന്നല്ല ഉത്തരം എനിക്ക് കിട്ടേണ്ടത്. കാരണം നിങ്ങൾ ഈ റബീഉൽ അവ്വൽ 12-നെ കുറിച്ച് മുജാഹിദിന്റെയും അതുപോലെ അനസ് മൗലവിയുടെയും ക്ലിപ്പ് ഇട്ടപ്പോൾ കട്ട് ചെയ്തിട്ടത്. കാരണം എന്താ പറഞ്ഞാൽ മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രസംഗം ഞാൻ കേട്ടതുകൊണ്ട് റബീഉൽ അവ്വൽ 12-നാണെന്നും റമദാനിലാണെന്നും അങ്ങനെ കുറെ മാസങ്ങളിലും അതിന്റെ തീയതിയിലും സംശയമുണ്ടെന്നാണ് പറഞ്ഞത്. അത് മുജാഹിദ് ബാലിശ്ശേരിയും പറഞ്ഞിട്ടുണ്ട്, അനസ് മൗലവിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ മാത്രം കട്ട് ചെയ്തിട്ട് പരസ്പര വിരുദ്ധമായാണ് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ആ ക്ലിപ്പല്ല എനിക്ക് മറുപടി പറയേണ്ട കിതാബിൽ നിന്നാണ്. അതാ ഇപ്പൊ ഇവിടെ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ഇപ്പൊ സമയമുള്ളതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. അതായത് ഇവിടെ ഈ മുഖാമുഖം ഇവിടെ കുന്നത്തേരി നടത്തുന്ന മുഖാമുഖത്തില് എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു ആദ്യ നബി അലൈഹി സ്വലാമിനെ എന്താ ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതനുസരിക്കല് എല്ലാവരുടെയും എന്തായിരിക്കും ആ മലക്കുകളുടെ ബാധ്യതയാണ്. അതുപോലെ ഈ കഅബത്തിനെ ചിറ്റാൻ അള്ളാഹും റസൂലും പറഞ്ഞുകൊണ്ട് നമ്മൾ കഅബത്തെ ചിറ്റുന്നു. ഇനി ഇത് വച്ചിട്ട് ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അത് ശിർക്കാണ്. അതിന് അവിടെ തെളിവാണ്. കഅബാലത്തെ ചുറ്റുന്നത് തൗഹീദാണ്. അത് അള്ളാഹ് പറഞ്ഞുകൊണ്ട് റസൂല് പറഞ്ഞുകൊണ്ട്. ഇനി ആരെങ്കിലും വേറെ ഒരു സ്ഥലത്ത് ഒരു ഗ്രഹത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തെ ചിറ്റിപ്പോയാൽ അത് ശിർക്കാണ്. അതുപോലെ സുജൂദ് ഈസാ നബി എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് ആ ഈസാ നബി പറഞ്ഞ ശരി, അവിടെ ശിർക്കല്ല. പക്ഷെ നമ്മൾ ചെന്നിട്ട് അവിടെ പറഞ്ഞാൽ ഈ മറ്റുള്ളവരോട് സുജൂദ് ചെയ്യുന്നത് പോലെ ശിർക്കാവുന്ന പോലെ നമ്മൾ ഖബറിന്റെ അടുത്ത് ചെന്നാൽ അതും ശിർക്കാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ബാക്കി ആരെങ്കിലും ചെയ്ത് നിങ്ങൾ മുശ്രിക്കാവരുതെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, എല്ലാവരെയും മുസ്ലിമീങ്ങളെ എല്ലാവരെയും എന്തായിട്ടില്ല, ആരും നരകത്തിൽ പോകുന്ന ആരും പറഞ്ഞിട്ടൊന്നുമില്ല. മുസ്ലിങ്ങൾ സ്വർഗത്തിൽ തന്നെ പോവുള്ളൂ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് വിശ്വസിച്ചോടാണ് പരസ്പരം ധാരണയിലൂടെ സത്യം മനസ്സിലാക്കുന്നത്. ഈ ഹാലെടുത്തിട്ട് രണ്ടു കൂട്ടക്കാരും ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ആർക്കും ന്യായീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും മൂന്ന് കാര്യമാണ് പറഞ്ഞത്. മൂന്നെണ്ണത്തിനും മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒന്നാമത്തെ കാര്യം, മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പിൽ പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പല അഭിപ്രായങ്ങളും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ CD ഉണ്ട്, പ്രസംഗം കേട്ടിട്ടാണ് പറഞ്ഞത് എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. ശുദ്ധ കളവാണത് എന്ന് തന്നെ നിങ്ങളെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. CD ഞങ്ങളെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പച്ചയായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞത് അസംബന്ധമാണെന്ന് നിങ്ങൾ അറിയിക്കേണ്ടി വന്നതിൽ സന്തോഷമുണ്ട്. ഒന്ന്. ഇനി നിങ്ങൾ ചോദിച്ചത് കിതാബ്, ഞാൻ മറുപടി നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സഹിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കുക നിർബന്ധമാണ്. ഇനി നിങ്ങൾ പറഞ്ഞത് കിതാബിൽ തെളിവുണ്ടോന്നാണ്. തെളിവ് ഞങ്ങൾക്ക് ഒരുപാട് കിതാബുകളുണ്ട്. ഇമാം ഖസ്തലാനി രേഖപ്പെടുത്തി റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. വഅലൈഹി അമലു അഹ്ലി മക്ക, മക്കക്കാരുടെ പ്രവർത്തനമാണ് അതിന് തെളിവ്. കാരണം റസൂൽ ജനിച്ചത് മക്കത്താണല്ലോ. റസൂലിന് അറിയാമല്ലോ, എവിടെ റസൂലിന്റെ നാട്ടുകാർക്ക് അറിയാലോ റസൂൽ എന്നാണ് ജനിച്ചത്. അവരൊക്കെ 12-നാണ്. ഫി സിയാറത്തിഹിം മൗലിദിഹി ഫി ഹാദൽ വഖ്തി, അവരൊക്കെ റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ ജനിച്ച സ്ഥലം പോയി സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തെളിവാണ് റസൂൽ 12-ന് തന്നെയാണ് ജനിച്ചത് എന്നതിന് രേഖയാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം നവവി തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ പറഞ്ഞു റമളാനിലല്ല റസൂൽ വഫാത്തായത് വത്തഫഖൂ,
മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ചു പറഞ്ഞു റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂൽ ജനിച്ചത് എന്ന് ഇമാം നവവിയും രേഖപ്പെടുത്തി. ചരിത്രമാണിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞത് നിങ്ങൾ ആരോ അബദ്ധത്തിൽപ്പെടുത്തിയതാണ്, അത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കൽ ഈസാ നബി പോയി ചെയ്താൽ ഖബറിങ്കൽ ചെന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്നതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കണത്. തൗഹീദ് ശിർക്ക് അത് ഈസാ നബിക്കും പറ്റൂല, മുഹമ്മദ് നബിക്കും പറ്റൂല. ശിർക്കാണോ? ശിർക്ക് ഒരാൾക്കും പറ്റൂല, അത് ഒരു നബിക്കും പറ്റൂല, അത് ഖുർആൻ പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഈസാ നബി ചെയ്തിട്ടുണ്ടോ? ശിർക്ക് ശിർക്കന്നെ. പക്ഷെ ഈസാ നബി ചെയ്താൽ ഉത്തരം ചെയ്യും, അത് തൗഹീദാണെന്ന് റസൂല് പറയുന്നുവെങ്കിൽ നമ്മൾ ആര് ചെയ്താലും അത് ശിർക്കാവൂല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊന്നും മുശ്രിക്കാണ് കാഫിറാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ. നിങ്ങൾ എഴുതിയത് എന്റെ കയ്യിലുണ്ട്. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എവിടക്കാ പോണത്? നരകത്തിന്റെ നടുവിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകണം. നിങ്ങളൊക്കെ മുസ്ലിം അല്ല, പച്ച മലയാളത്തിൽ എഴുതി വെച്ച രേഖയാണ്. അപ്പൊ ആ പറഞ്ഞതും അസംബന്ധമാണ്. 3 കാര്യവും നിങ്ങൾ പറഞ്ഞത് അസംബന്ധാണ്. മൗലവിമാർ നിങ്ങളെ പറ്റിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ജന്മദിനാഘോഷം നടക്കുന്ന കാലഘട്ടമാണ്. പരിപാടി അവസാനിപ്പിക്കുന്നു. എല്ലാവരും റസൂലുള്ളാഹി തങ്ങളെ ആദരിച്ച് നല്ലവരായി ജീവിക്കണം. അവിടുന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച വചനമാണ് സയകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കസാബൂൻ. അങ്ങേയറ്റം കള്ളം പറയുന്ന, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ആളുകൾ ഇവിടെ വരാൻ പോകുന്നു. അവർ പൂർവികർ പഠിപ്പിച്ചതിനെതിരിൽ ജീവിക്കുന്നവരാണെന്ന് ആരംഭ റസൂൽ പഠിപ്പിച്ചവരാണ്. ഫഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും, അവരുടെ കെണിവലയിൽ നിങ്ങൾ അകപ്പെടരുതേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും അതനുസരിച്ച് ജീവിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം. നമ്മുടെ പ്രവർത്തകരെ ആശ്വസിപ്പിക്കണം. സമാധാനപരമായി പിരിഞ്ഞു പോകണം. സ്വല്ലല്ലാഹു അലാ